ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ്. അഖില മിസ്സാണ്. അപ്പോൾ നമുക്കറിയാം ബേസിക് സയൻസിൻ്റെ എക്സാമാണ് വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ഉത്തരം എഴുതാൻ പറ്റും, അത് ഉറപ്പാണ്. അപ്പോൾ മക്കളോട് എനിക്ക് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് വേണം നാളത്തെ എക്സാമിന് പോകാനായിട്ട്. ആൻഡ് നിങ്ങളുടെ ക്ലാസ് 5-ലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. ഇതാ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ലുക്ക് അറ്റ് ദ സിറ്റുവേഷൻ ഗിവൺ ബിലോ അല്ലേ. ഒരു സിറ്റുവേഷൻ ഉണ്ട്, നോക്കാം നമുക്ക്. പൗഡേർഡ് സോൾട്ട് ഈസ് ആഡഡ് ടു ലൈം ജ്യൂസ്, ക്രിസ്റ്റൽസ് ഓഫ് സോൾട്ട് ആർ ആഡഡ് ടു ലൈം ജ്യൂസ്. അപ്പോൾ എന്താണ്, നാരങ്ങ വെള്ളത്തിൽ നമ്മൾ ഒന്നില് പൊടിയുപ്പ് ചേർക്കുകയാണ്, മറ്റൊന്നില് പരലുപ്പ് അല്ലെങ്കിൽ നമ്മുടെ കല്ലുപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിക്കണേ, രണ്ട് സിറ്റുവേഷൻ ഉണ്ട്, 2 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് പൊടിയുപ്പാണ് അല്ലെ, പൗഡേർഡ് സോൾട്ട് ആണ്, മറ്റേത് എന്താണ്, കല്ലുപ്പാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പൊ ഈ 2 സന്ദർഭങ്ങളിൽ ഏതിലാണ് വേഗത്തിൽ ഉപ്പ് അലിഞ്ഞു ചേർന്നിരിക്കുന്നത്? ഇൻ വിച്ച് സിറ്റുവേഷൻ ഡസ് സോൾട്ട് ഡിസോൾവ്ഡ് ക്വിക്ലി വൈ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതിലായിരിക്കും ഇടാമ, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യം, നമുക്ക് തന്നെ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിൽ ആലോചിച്ച് നോക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പൊടിയുപ്പാണ് ഈ കൂടുതലായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത് അല്ലേ. വലിയ കല്ലുപ്പ് എന്ന് പറയുമ്പോൾ അതിനെന്താണ്, സൈസൊക്കെ കൂടുതലാണ്, നമുക്കറിയാം. അത് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യാറില്ല, ഈ പറയുന്ന മറ്റേതിൻ്റെ അതേ സ്പീഡിലൊന്നും വെള്ളത്തിൽ ഡിസോൾവ് ആവാറില്ല. അപ്പം നമ്മളെ ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ആദ്യം ലയിക്കുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ നമ്മളെ ഉത്തരം എന്താണ്, പൗഡേർഡ് സോൾട്ട് ഡിസോൾവ്സ് മോർ ക്വിക്ലി അല്ലേ. പൊടിയുപ്പ് നാരങ്ങ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യുന്നുണ്ട്, കമ്പയർ ടു എന്താണ്, നമ്മളുടെ കല്ലുപ്പ് അല്ലേ, ക്രിസ്റ്റലിനേക്കാൾ കൂടുതലായിട്ട്. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പൗഡേർഡ് ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത്, നമ്മൾ ഒരു കാര്യം പൊടിക്കുന്ന സമയത്ത്, പഞ്ചസാര കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് ആലോചിക്കാം. ഒരു ഗസ്റ്റ് ഒക്കെ വന്നിട്ട് നമ്മൾ ലെമൺ ജ്യൂസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മിക്സിയിലിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യും, അതിനൊന്ന് പൗഡേർഡ് ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡിസോൾവ് ആയി കിട്ടും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, പൗഡേർഡ് ഫോമിലേക്ക് ആവുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ പറയുന്ന വെള്ളവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഉപ്പിൻ്റെ തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ എണ്ണം ഒക്കെ അപ്പോൾ കൂടി വരുന്നുണ്ട് അല്ലേ. കാരണം എന്താണ്, അതിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്തായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. മൊത്തത്തിലുള്ള ആ ഒരു വിസ്തീർണം എന്ന് പറയുന്നത് എന്തായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഹാസ് എ ലാർജർ സർഫസ് ഏരിയ എക്സ്പോസ്ഡ് ടു ദ സോൾവെൻറ്റ്. അതായത് ഇവിടുത്തെ സോൾവെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലായകം എന്ന് പറയുന്നത് എന്താണ്, നാരങ്ങ വെള്ളമാണ് അല്ലെ. അപ്പൊ നാരങ്ങ വെള്ളമായിട്ട് കൂടുതൽ ആളുകൾ, കൂടുതൽ എന്താണ്, വശമൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോണ്ടാക്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു വസ്തുവിന്റെ ഉപരിതല വിസ്തീർണം കൂടുന്തോറും ലയന നിരക്ക് എന്ത് ചെയ്യും, വർദ്ധിക്കുന്നുണ്ട്. ദ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ അല്ലെ. അപ്പോൾ ലയന വേഗത അല്ലെങ്കിൽ ഈ പറയുന്ന എത്രത്തോളം സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾവെന്റിനകത്ത് ഇത് സോൾവ് ആവുന്നുണ്ട്, ഡിസോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിന്റെ സർഫസ് ഏരിയയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ സർഫസ് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ, ഉപരിതല വിസ്തീർണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയ്യോ ഇത് മാത്സിലെ വലിയ സംഭവം അല്ലേ എന്നൊക്കെ ചിന്തിക്കും. അതൊന്നും അല്ല. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ പൊടിയാക്കുന്ന സമയത്ത് ഒരു കല്ലുപ്പ് എന്ന് പറയുമ്പം യെസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, ഇപ്പം എന്താണ് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഏകദേശം ഉണ്ടാവുക. ഇതേ സാധനത്തിൻ്റെ ഈ പറയുന്ന എന്താണ് ഒരേ സമയം വെള്ളവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ സർഫസ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാതെ ഇതിനെ നമ്മൾ പൊടിയാക്കുന്ന സമയത്ത് കുഞ്ഞു പൊടികളാണ് അല്ലേ, നമ്മൾ വലുതാക്കി വരയ്ക്കുന്നേ ഉള്ളൂ, കുഞ്ഞു പൊടികളാണ്. ഈ ഓരോ പൊടിയും എന്ത് ചെയ്യാണ്, അതിൻ്റെ ഓരോ വശവും എന്ത് ചെയ്യാണ്, നമ്മുടെ ലായകവുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണ്. അപ്പോൾ അത് പെട്ടെന്ന് എന്ത് ചെയ്യും, അലിഞ്ഞു ചേരും. അതാണ് ഇവിടെ പൗഡേർഡ് ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊടിയാക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഉത്തരം എഴുതാനായിട്ട്. അപ്പോൾ പൊടിയാണെങ്കിലാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, വെള്ളത്തിൽ ലയിക്കാൻ പറ്റുക അല്ലെങ്കിൽ ലായകത്തിൽ അല്ലേ, നമ്മുടെ സോൾവെന്റിൽ ലയിക്കാൻ പറ്റുക എന്നുള്ള കാര്യം ഓർക്കുക. ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് നമുക്ക്. എന്താണ് ചോദ്യം? ഒന്നല്ല കേട്ടോ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നോക്കാം. വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന മറ്റ് 2 ഘടകങ്ങളുടെ പേരെഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ്, വാട്ട് ആർ ദ അതർ 2 ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദ സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ അല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞ വസ്തുക്കളുടെ ലയന വേഗം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വസ്തുക്കളെ ലയിക്കാൻ സഹായിക്കാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ ഈ പറയുന്നവരുടെ എങ്ങനെയൊക്കെ എന്തൊക്കെ ഫാക്ടേഴ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ലയിച്ചു ചേരുന്ന ആ ഒരു രീതി അല്ലേ. ഇപ്പൊ നമുക്കറിയാം, ഒന്ന് നമ്മുടെ എന്താണ്, നമ്മൾ എടുക്കുന്ന ആൾക്ക്
അനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന ചിലപ്പോൾ പെട്ടെന്ന് ലയിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, പെട്ടെന്ന് ഡിസോൾവ് ആവണമെന്നില്ല അല്ലേ. അതല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും? ഇപ്പൊ നമ്മൾ കണ്ടു, എന്താണ് ഇപ്പൊ നമ്മൾ കണ്ടത്, യെസ്, പൗഡേർഡ് ഫോമിലേക്ക് നമ്മുടെ സൊല്യൂട്ടിനെ നമ്മൾ പൗഡേർഡ് ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് അത് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ആവുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ടെമ്പറേച്ചർ, താപനില അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ, താപനില ഒരു ഘടകമാണ്. അതുപോലെ നിങ്ങൾ ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ സ്പൂണൊക്കെ വെച്ച് ഇളക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇളക്കുമ്പോഴും ഇളക്കാതിരിക്കുമ്പോഴും ഈ പറയുന്ന ഒരേ ഫാസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരേ സ്പീഡിലാണോ ഇത് ലയിച്ച് ചേരുന്നത്? അല്ല. അപ്പൊ നമ്മളെ ഇളക്കുന്ന ആ ഒരു സ്റ്റിറിങ് പ്രോസസ്സും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്രഷർ, മർദ്ദം, അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമ്മുടെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് അല്ലേ. അതെങ്ങനെയാണ് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഗ്യാസിന്റെ കേസിലൊക്കെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഈ പറയുന്ന എന്തിനെ, നമ്മുടെ ലയന വേഗത്തെ അല്ലെങ്കിൽ ഒരു കാര്യം എത്രത്തോളം നന്നായിട്ട് ലയിക്കുന്നുണ്ട് എന്നതിനെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്. ഇനി നോക്കി, നിങ്ങൾ ഇതേ ആക്ടിവിറ്റിയിൽ തന്നെ മറ്റൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാ നോക്കിയോ, എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം നമുക്ക്. സെൻട്രലിലുള്ളത് വാട്ടർ അല്ലെ, ജലമാണ്. ലെഫ്റ്റിലേക്ക് ഇതാ ഹീറ്റ്സ് അല്ലെ, ചൂടാക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെള്ളം ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമുക്കറിയാം. വാട്ടർ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ജലം ചൂടായി കഴിഞ്ഞാൽ അത് അതിന്റെ വേപ്പർ ആയിട്ടാണ് മാറുന്നത് അല്ലെ. അപ്പൊ ഹീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, വാട്ടർ വേപ്പർ ആണ് അല്ലെ. വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ജലബാഷ്പം അല്ലെ, നീരാവിയാണ്. അപ്പൊ മക്കൾ ആലോചിക്കണം, ഇത് ഏത് സ്റ്റേറ്റ് ആണ്, ഗ്യാസ് ആണ് അല്ലെ. നമ്മുടെ വാതകാവസ്ഥയായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മാറിയിരിക്കുന്നത്. ജലം എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ, ദ്രാവകാവസ്ഥയാണ്. ഇത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് കൂൾസ് ആണ് അല്ലെ. കൂൾസ് എന്താണ്, യെസ്, നമ്മൾ തണുപ്പിക്കുകയാണ്. വെള്ളം ഇപ്പുറത്തേക്ക് ഞാൻ ചൂടാക്കിയപ്പം കുറച്ച് വെള്ളം എടുത്ത് ഞാൻ എന്ത് ചെയ്തു, തണുപ്പിച്ചു. കൂൾസ് അല്ലെ. അപ്പൊ ജലം തണുക്കുന്ന സമയത്ത് എന്താവാറുണ്ട്, ഐസ് ആവാറുണ്ട് എന്ന് നമുക്കറിയാം. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ് ആണ് ഐസ്, യെസ്, ഐസ് എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ. ഇപ്പൊ മലയാളത്തിലാണെങ്കിലും നമുക്ക് എഴുതാം, എന്താണ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഖരമാണ് അല്ലെ. അപ്പൊ ഖരം, ദ്രാവകം, വാതകം, സാധാരണ നമ്മൾ ആ ഒരു ഓർഡറിലൊക്കെയാണ് പഠിച്ചു വയ്ക്കുക. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കണം, ഏരോ മാർക്കിന്റെ മുകളിൽ കൊടുത്തത് എന്താണ്, അപ്പൊ ഹീറ്റ്, ചൂടാക്കുന്നു എന്നായിരുന്നു ഇങ്ങോട്ട്, അതുകൊണ്ട് അത് വാട്ടർ വേപ്പർ, നീരാവി എഴുതി. അപ്പുറത്തേക്കാണ് തണുപ്പിക്കുന്നു കൊടുത്തത്, അതുകൊണ്ട് ഇവിടെ നമ്മൾ ഐസ് അല്ലെങ്കിൽ യെസ്, സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ആക്കിയിട്ട് മാറും എന്നുള്ള രീതിയിൽ എഴുതി. അപ്പോൾ വാട്ടർ സൈക്കിളൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പൊ സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ, വാട്ടർ സൈക്കിൾ, ഇതൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അനലൈസ് ദ ടേബിൾ ആണ് അല്ലെ. ഈ പറയുന്ന ടേബിൾ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. ശുദ്ധജലത്തിന്റെ ഉപയോഗമാണ് അല്ലെ, ഒരു ദിവസത്തെ അളവാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്യുവർ വാട്ടർ, ശുദ്ധജലം നമുക്കറിയാം, നമുക്ക് കുടിക്കാൻ വേണം അല്ലെ, ഡ്രിങ്കിങ് പർപ്പസിന് നമുക്ക് എന്താണ്, ഇത് ആവശ്യമാണ്. ഭക്ഷണം പാകം ചെയ്യാൻ നമുക്ക് എന്താണ്, ഇത് ആവശ്യമാണ്. ഇത് കൂടാതെ നിങ്ങൾ നോക്കിയേ, ഒരുപാട് അല്ലെ പെർസെൻറ്റേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ലിറ്ററിലുള്ള കണക്ക് അവിടെ കൊടുത്തത്. അപ്പൊ കുടിക്കാനും ഈ പറയുന്ന പോലെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ നമ്മൾ ഇതാ നോക്കിയാൽ നിങ്ങൾ ഒരു 4 ലിറ്റർ വരെ അല്ലെ, 2 മുതൽ 4 ലിറ്റർ വരെ കിടക്കുന്നുള്ളൂ. എന്നാൽ ബാക്കി ആവശ്യങ്ങൾക്ക്, ബാത്തിങ്, വാഷിംഗ് ക്ലോത്ത് അല്ലെ, അതുപോലെ വാഷിംഗ് ആനിമൽസ് അല്ലെ, ഈ പറയുന്ന എന്താണ്, വാഹനം കഴുകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, എത്ര ഉണ്ട് എന്നുള്ളത്. നോക്കിയേ, 30, 25, 50 എന്ന് തുടങ്ങിയിട്ട് പോവാണ്. അപ്പൊ ഇതാണ് നമുക്ക് എന്താണ്, നമ്മുടെ ശുദ്ധജലമാണ് ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് കുടിക്കാൻ പറയുന്ന രീതിയിൽ പല സ്ഥലത്തും എന്താണ്, വെള്ളം കിട്ടാനില്ല അല്ലെ, ആ ഒരു അവസ്ഥയാണ്. എക്സാമിൻ ദ ടേബിൾ ആൻഡ് ഫൈൻഡ് വിച്ച് ആക്ടിവിറ്റീസ് വേസ്റ്റ് പ്യുവർ വാട്ടർ അല്ലെ. പ്യുവർ വാട്ടർ ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേസ്റ്റ് ആക്കുന്നത് എന്നാണ് നമ്മളെടുത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതാ ഞാനിവിടെ ബ്ലൂവിൽ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണ്, നമുക്ക് പറയാൻ പറ്റും. പക്ഷെ കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉള്ളതിൽ നമുക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതോടൊപ്പം ഇതാ മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ പ്രസന്റ് ഇൻ ഹ്യൂമൻ ബ്ലഡ്. മനുഷ്യരുടെ രക്തത്തില് ജലത്തിന്റെ ശതമാനം എത്രയാണ്? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണേ, മനുഷ്യ ശരീരത്തിലും പ്ലാന്റ്സിനും ഒക്കെ വെള്ളം ആവശ്യമാണെന്ന് നമുക്കറിയാം. അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ കേസിൽ ഓരോ പാർട്ടിന്റെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മളോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്തിൻ്റെതാണ്,
എന്തിൻ്റെതാണ്? രക്തത്തിൻ്റെതാണ് അല്ലേ. അപ്പോൾ ബ്ലഡിൽ എത്രയാണ്? 94% ആണ് അല്ലേ. 94% ആണ്. അത് നമ്മൾ ഓർത്ത് വെക്കാം. ഞാൻ ഈ പിക്ചർ ഇവിടെ വെക്കാം, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ബ്ലഡാണ് നമ്മളോട് ചോദിച്ചത്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ്, നമുക്ക് ചിലപ്പോൾ വൺ വേർഡ് ഒക്കെ ആയിട്ട് ഇത് ചോദിക്കാം. ഇപ്പോൾ MCQ ഒക്കെ വന്നിരുന്ന ഒരു സമയമാണ്, കാരണം പാറ്റേൺ ഒക്കെ മാറിയതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. പ്ലാന്റിൻ്റെ കേസിലുള്ളതും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. അടുത്തൊരു ചോദ്യം നോക്കിയേ. ക്രിയേറ്റ് a poster to make students in your school aware of preventing pure water wastage അല്ലേ. അപ്പോൾ എന്താണ്? ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ. ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കാരണം ജലവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിലൊക്കെ പൊതുവെ എന്ത് ചെയ്യാറുണ്ട്? ഒരു പോസ്റ്ററൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പോസ്റ്ററൊക്കെ വരച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കളർഫുൾ ആയിട്ട് തന്നെ അത് എഴുതുക. അപ്പോൾ സേവ് വാട്ടർ അല്ലേ, എന്താണ് വേൾഡ് ഈസ് ഇൻ യുവർ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റർ വാക്യങ്ങൾ ഏത് വേണമെങ്കിലും, ജലം എന്താണ്? അമൂല്യമാണ്, അല്ലെങ്കിൽ പ്യുവർ വാട്ടർ ഈസ് പ്രഷ്യസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്ററിൽ വാക്യങ്ങൾ നമുക്ക് എഴുതി കൊടുക്കാം. ഇതോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളോട് ചിലപ്പോൾ വാട്ടർ കൺസർവേഷൻ മെത്തേഡ് ചോദിക്കും, ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ ചോദിക്കും. ഇതേപോലെ ഇതേ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യനിൽ അല്ലേ. അപ്പോൾ നമ്മൾ പറയണം എന്തൊക്കെ? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പിറ്റ് അല്ലേ, മഴക്കുഴികളുണ്ട്, ചെക്ക് ഡാം തടയണകളുണ്ട്, മഡ് വാൾസ് ഉണ്ട് നമുക്ക് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? മഴവെള്ള സംഭരണി ഉണ്ട് അല്ലേ, റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്കിനെ പറ്റി നമുക്കറിയാം, കിണർ റീചാർജിങ്ങിനെ പറ്റിയൊക്കെ, വെൽ റീചാർജിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിൻസ് എടുക്കുന്ന കാര്യം, അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. അടിപൊളിയായിട്ട് മക്കൾ പഠിക്കുക, ഉഷാറായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട് ഇന്ന്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങളെ കാണാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് നാളത്തെ അല്ലെ എക്സാം നമുക്ക് പൊളിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഗെയിം അല്ലേ, നിങ്ങൾക്ക് അറിയാം പൃഥ്വിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ആനുവൽ എക്സാം വരികയാണ് അല്ലേ. ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണം, നമുക്ക് സിലബസ് കവർ ചെയ്യണം, മുഴുവൻ റിവൈസ് ചെയ്യണം. അപ്പോൾ ഇതിനുള്ളൊരു ബാച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കാത്ത ആളുകളൊക്കെ എടുക്കുക. നമുക്ക് സൂപ്പറായിട്ട് തന്നെ ഈ ഒരു വർഷം പഠിക്കണം. അപ്പോൾ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് ലൈവൊക്കെ കണ്ട് സെറ്റായിട്ട് നാളത്തെ എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.